ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളിലെല്ലാം ഒരേ കഥയാണല്ലേ. തെറ്റിയാൽ രക്ഷപ്പെടുക, തെറ്റിയാൽ രക്ഷപ്പെടുക. ഇന്നത്തെ നോക്കിയാൽ അറിയില്ല. ഇപ്പോ സൂപ്പർ ഹിറ്റായ ഒരുപാട് സിനിമകളിലും കഥ ഒന്ന് തന്നെയാണ്. നായകൻ കൊലപാതകങ്ങൾ നടത്തുന്നു, പോലീസിനെ പറ്റിക്കുന്നു, എന്നിട്ട് രക്ഷപ്പെടുന്നു. പണ്ട് അങ്ങനെയല്ല. നായകൻ കൊലപാതകം നടത്തിയാൽ അവസാനം അറസ്റ്റ് ചെയ്യപ്പെടുകയും അവസാനം അറസ്റ്റ് ചെയ്യുകയും കിട്ടും. അതൊന്നുമില്ല. പോലീസിനെ എങ്ങനെ പറ്റിക്കാം, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരുപാട് കോടികൾ കൊണ്ടുവരുന്നു, പോലീസിനെ എങ്ങനെ പറ്റിക്കാം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഭർത്താവിനെ പറ്റിച്ച് വേറൊരുത്തന്റെ കൂടെ പോകുന്നു, ഈ ഭർത്താവിനെ എങ്ങനെ പറ്റിക്കാം, ഇതാണ് ക്ലൈമാക്സ്. അല്ലെങ്കിൽ ഒരുത്തൻ ഭാര്യ അല്ലാത്ത ഒരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നു, ഭാര്യയെ എങ്ങനെ പറ്റിക്കാം, ഇതാണ് ക്ലൈമാക്സ്. ഇങ്ങനെയുള്ള ഭൂരിഭാഗം സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ സിനിമകളിലെ ഭൂരിഭാഗം സിനിമകളുടെയും കഥ ഒന്നാണ്. തെറ്റ് ചെയ്യുക, അത് രക്ഷപ്പെടുന്നത് എങ്ങനെ എന്നൊരു ഡെമോൺസ്ട്രേഷൻ. കള്ളപ്പണം എങ്ങനെ വെളുപ്പിക്കാം, മലദ്വാരത്തിലൂടെ സ്വർണം കൊണ്ടുവന്നാൽ അത് എങ്ങനെയാണ് പോലീസ് അറിയാതെ ഇവിടെ എത്തിക്കാം, ഇതാണ് അതിന്റെ ടോട്ടൽ കഥ. അല്ല 24 മണിക്കൂർ ടോട്ടൽ എന്ത് നടക്കും. അപ്പൊ ഈ കഥയില്ലായ്മ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വീട്ടിലും ഓരോ കഥകളാണ് നടക്കുന്നത്. സന്തോഷമായിട്ട് മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു. കേരള സംസ്ഥാനത്ത് 1 കോടി കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ 1 കോടി കഥകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള മനസ്സ് വേണമെന്ന് മാത്രം. ഇപ്പൊ തന്നെ എന്റെ 12ാമത്തെ സിനിമ, എന്റെ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമ ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും ഭയങ്കര മെസ്സേജ് അല്ല, ഞാൻ ഒരു കുഞ്ഞു മെസ്സേജ് എങ്കിലും കൊടുക്കാൻ പറ്റുമെന്നുള്ള ഞാൻ നോക്കാം വ്യക്തിപരമാണ്. എന്റെ 12ാമത്തെ സിനിമ ഈ കേരള ലൈവ് എന്ന വർക്കാണ് നടക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിന്റെ വെളിയെ പോയി കുറെ പേര് കഷ്ടപ്പെട്ട് ദുബായിലോ ഒക്കെ പോയി അവിടുന്ന് പ്രവാസികൾ ഒരുപാട് പണം കൊണ്ടുവരികയും ആ പണത്തിൽ നിന്നാണ് കേരളത്തിൽ ഒരുവിധ എല്ലാ കാര്യം നടക്കുന്നത്. ഇപ്പൊ വലിയ മാളുകൾ തുടങ്ങുന്ന പ്രവാസികളാണ്, ഇപ്പോ സിനിമകൾ നിർമ്മിക്കുന്ന പ്രവാസികളാണ്. എല്ലാം നോക്കുകയാണെങ്കിൽ ജനറലി ഭൂരിഭാഗവും, കാരണം ഇവിടെ പ്രത്യേകിച്ച് ഫാക്ടറിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, അവർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും എന്നൊരു ചിന്ത ഇൻ അഡ്വാൻസ്. അപ്പം വീണ്ടും നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ ഒരു മനഃശാസ്ത്രം. കാരണം ഈ ദുരന്തം വിറ്റെടുക്കുന്ന എല്ലാ സിനിമകളും ഇവിടെ ഹിറ്റാണേ എന്ന് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ ഒരു പ്രളയം വന്നു, ആ പ്രളയം വെച്ചിട്ടൊരു സിനിമ എടുത്തു, നിർമ്മാതാവിന് 10 ഉറുപ്പിക ഉണ്ടാക്കി. ഇവിടെ നിപ്പ വന്നു, സിനിമ എടുത്തു, നിർമ്മാതാവിന് 10 ഉറുപ്പികയായി. കൊറോണ വന്നു, അത് വിറ്റമോ പൈസ. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് 10 ഉറുപ്പിക ഉണ്ടാക്കാൻ ഒരു എളുപ്പ വഴിയാണ് കേരളത്തിലെ ദുരന്തം വിറ്റ് ജീവിക്കാൻ. അല്ലെങ്കിൽ എവിടെയും പ്രമാദമായ വല്ല കൊലക്കേസും നടക്കാം, അത് നല്ല ഭംഗിയായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയാൽ 10 ഉറുപ്പിക ഉണ്ടാക്കാം. അപ്പോൾ 5 വർഷത്തിന് ശേഷം എല്ലാ പ്രവാസികളും ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് സന്തോഷപ്പെട്ട് സങ്കല്പിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു നിർമ്മാതാവ് 100 കോടി ഉണ്ടാക്കും. അപ്പൊ അയാൾക്കിട്ട് പണിയാലോ എന്ന് കരുതി ഇപ്പൊ തന്നെ ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാൽ ആ പൈസ എനിക്ക് ഉണ്ടാക്കാലോ. അപ്പൊ എന്തായാലും പടം ഹിറ്റാവും. കാരണം മലയാളികൾക്ക് ഈ ദുരന്തം വെച്ച് വരുന്ന സിനിമകൾ ഹിറ്റാണ്. അപ്പൊ ഇങ്ങനെയൊരു ദുരന്തം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വദേശിവൽക്കരണം കൂടുന്നു. എന്റെ സിനിമകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സിംഗിളായ ആളുകൾക്ക് അവര് ഇത് കൊടുക്കുന്നില്ല. സിംഗിളായ ആളുകൾക്ക് അവര് വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയും കുറെ പേര് ബുദ്ധിമുട്ടുന്നു. ഇനി കുടുംബമായി പോവുകയാണെങ്കിൽ പലപ്പോഴും ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള ചെലവ് വർദ്ധിക്കുന്നു. അതേസമയം നമ്മുടെ ശമ്പളം കുറയുന്നു വരുന്നു. ഇങ്ങനെ വരുമ്പോൾ അവിടെ പിടിച്ചിക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിൽ പിടിച്ചിക്കാൻ പറ്റുന്നില്ല. സപ്പോസ് അങ്ങനെ ഒരു കുത്തൊഴുക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവരെന്ത് ജോലി ചെയ്ത് ജീവിക്കും? അങ്ങനെ വരുമ്പോൾ ഇവിടെ നിർമ്മാണ മേഖലയും മറ്റുള്ള മേഖലയും നിന്ന് പോയാൽ താരതമ്യേന വിദേശ മദ്യഷാപ്പിന്റെ മുന്നിൽ ആളില്ലാതെ വന്നാൽ, എൻ്റെ ഒരു ചിന്തയാണ്. പിന്നെ ലോട്ടറി എടുക്കാൻ ആളില്ലാതെ വന്നാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു 100 രൂപയുടെ ഒരു ഡീസൽ നിങ്ങൾ അടിക്കുമ്പോൾ 20-30 രൂപ സംസ്ഥാന സർക്കാരിന് അതേപോലെ കേന്ദ്രത്തിനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഡീസലിൽ നിന്നുള്ള വരുമാനം, കാരണം വണ്ടികളൊന്നും പുറത്തിറങ്ങുന്നില്ല കാര്യമായിട്ട്, എന്ത് ചെയ്യും? AI ക്യാമറ എന്ത് ചെയ്യും? കാരണം വണ്ടികൾ ഇറങ്ങിയാലല്ലേ AI ക്യാമറയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ കേരളത്തിന്റെ വികസനം അവിടെ നിൽക്കട്ടെ. ഞാൻ ആലോചിക്കുന്ന 5 ലക്ഷം ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും? 140 MLA-മാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും? ഈ ചിന്തയിൽ നിന്നാണ് ഈ സിനിമ വരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം 1600 രൂപയുടെ നമ്മുടെ പെൻഷനാണ് വിചാരിച്ചു. ഈ ക്ഷേമ പെൻഷൻ സർക്കാർ കൊടുത്തില്ല എന്ന് കരുതി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല. അവരെന്ത് ചെയ്യാനാണ്? കിട്ടുമ്പോ വാങ്ങിച്ചു പോകാനായിട്ട്. മറിച്ച് പെൻഷൻകാർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാനില്ല. അതേസമയം സർക്കാർ ജീവനക്കാർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ പണി പാളും ഗ്യാരണ്ടിയാണ്. കാരണം പിന്നീട്
അവരുടെ ലിസ്റ്റ് പ്രകാരമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ പെട്ട ആളുകൾക്ക് പരോളിൽ ഇറങ്ങാൻ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സഹകരിക്കണം. അങ്ങനെ പരോള് കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ മൂന്നാർ അടക്കമുള്ള പല സ്ഥലങ്ങളിലും കുടിയൊഴിപ്പിക്കലുണ്ടാവും. പിന്നെ രാഷ്ട്രീയക്കാരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവനത് ചെയ്യും, ഇവനത് ചെയ്തിട്ട് പോയി പണിയൊക്കെ പറയും. കാരണം ആദ്യം ഈ ശമ്പളം താൻ പറയും. അങ്ങനെ വന്നാൽ സർക്കാർ വിടില്ലേ? അപ്പൊ സർക്കാർ എങ്ങനെയാകും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണ്? ഇതൊരു വെറും പൊളിറ്റിക്സ് പടമോ ഒരു സോഷ്യൽ പടമോ അല്ല. സംഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ പ്രവാസിയായി തിരിച്ചു വരുന്ന രമേശൻ എന്നൊരു വ്യക്തിയുടെയും അങ്ങേരുടെ ഒരു ബ്രദർ സുരേഷിന്റെയും കഥയാണ്. പക്ഷെ അയാളുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കേരളത്തിലെ സംഭവങ്ങളുമായി ഞാൻ കോർത്ത് വെക്കും. ഇതൊരു ഫാമിലി ഫിലിമാണ്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്സ് പറയുന്നില്ല, ഒരു ജാതിയോ മതമോ ഒന്നും മോശമാക്കുന്നോ നല്ലതും ആക്കുന്നില്ല, മോശമാക്കുന്നില്ല. ഒരു തോട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, ഒരു പുതിയ ചിന്ത.